KL10 85327 എന്ന് പറഞ്ഞാൽ അത് വണ്ടിയുടെ നമ്പറാണെന്ന് ആമുഖമായി തോന്നുമെങ്കിലും അതെ, വേണമെങ്കിൽ ഒരു വാഹനത്തിൻ്റെ വേഗതയോടെ, കൃത്യതയോടെ, കണിശതയോടെ പാറിപ്പറന്ന് സഞ്ചരിക്കുന്ന, വേഗത്തിൽ തീരുമാനമെടുത്തു പോകുന്ന, അതിനേക്കാളും വേഗത്തിൽ മനുഷ്യരെ കേട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിർദ്ദേശിക്കുന്ന, ചടുലമായ ഒരു ചലനാത്മകതയോടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു അസംബ്ലി ഇലക്ഷനിൽ നേടിയ ഭൂരിപക്ഷത്തിൻ്റെ എണ്ണമാണ് 85,327. അവസാന കണക്കുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മനുഷ്യന് മലപ്പുറം ജില്ല നൽകിയ ഏറ്റവും ആദരപൂർവം അവർ സമ്മാനിച്ച, സമാനതകളില്ലാത്ത, ഇതുവരെയും ആരും നേടിയിട്ടില്ലാത്ത, ഇനി ഒരിക്കലും ചിലപ്പോൾ തകർക്കാൻ സാധ്യതയില്ലാത്ത ഏറ്റവും മികച്ച ഭൂരിപക്ഷം നൽകിയാണ് ഏതാണ്ട് 44 വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ മണ്ണിലേക്ക് തിരിച്ചെത്തിയ കേരളത്തിൻ്റെ PK കുഞ്ഞാലിക്കുട്ടിക്ക്, മലബാറിൻ്റെ കുഞ്ഞാപ്പയ്ക്ക് നൽകിയ ഏറ്റവും സ്നേഹോഷ്മളമായ ഭൂരിപക്ഷമാണ് 85,347 എന്ന കണക്ക്. ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കിടക്കുന്ന കണക്ക് പ്രകാരം കുഞ്ഞാപ്പയ്ക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് ആകെ കിട്ടിയ വോട്ട് കുഞ്ഞാപ്പയ്ക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ പകുതിയേ വരൂ. 1,31,632 വോട്ടുകളാണ് കുഞ്ഞാപ്പ നേടിയതെങ്കിൽ 46,305 വോട്ടുകൾ മാത്രമാണ് എതിർ സ്ഥാനാർത്ഥി നേടിയത്. പിന്നെ അലിയെന്നും സാദിഖെന്നും ഒക്കെ പേരുള്ളതടക്കം 8ഓളം സ്ഥാനാർത്ഥികളാണ് കുഞ്ഞാപ്പയെ നേരിടാൻ മലപ്പുറത്തിൻ്റെ മണ്ണിലിറങ്ങിയത്. എല്ലാവർക്കും ഏതാണ്ടൊക്കെ ഒറ്റസംഖ്യകളും ഇരട്ടസംഖ്യകളുമായി ചില്ലറ കിട്ടിയപ്പോൾ 85,000 വോട്ടുകളാണ്, അതിനുമേൽ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് നൽകിയത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ സർവകാല റെക്കോർഡായ ഭൂരിപക്ഷം. ഇതിനു മുമ്പുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷം 2021 തെരഞ്ഞെടുപ്പിൽ KK ശൈലജ ടീച്ചർ നേടിയ 60,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷത്തിന് കടന്നു കഴിഞ്ഞാൽ പിന്നെ ശൈലജ ടീച്ചർക്ക് തുടർച്ചയായ തോൽവികളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത്രയും കുഞ്ഞാപ്പയുടെ 1982 തിരഞ്ഞെടുപ്പ് മുതൽ മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് പിന്നീട് നിരവധി തവണ MLA ആയും പ്രതിപക്ഷത്തിൻ്റെ ഡെപ്യൂട്ടി ലീഡറായും അതുകൂടാതെ വ്യവസായ IT വകുപ്പ് മന്ത്രിയായും 4 വർഷക്കാലത്തോളം പാർലമെൻറ്റിൽ ലോക്സഭാ അംഗമായും ഒക്കെ കുഞ്ഞാപ്പ നിറഞ്ഞു നിന്നിട്ടുണ്ട്. കുഞ്ഞാപ്പ പ്രവർത്തന മേഖലയിൽ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത, അദ്ദേഹത്തിൻ്റെ ചർച്ചകളില്ലാത്ത, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളില്ലാത്ത ഒരു രാഷ്ട്രീയ സംഭവ വികാസങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യസന്ധമായ കാര്യം. അദ്ദേഹത്തിന് സ്വന്തം നാട് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സ്നേഹോഷ്മളമായ ഭൂരിപക്ഷമാണ് ഈ 85,000 വോട്ട്. ഈ തെരഞ്ഞെടുപ്പിൽ 54,000-ഉം 55,000-ഉം ഒക്കെ പല സ്ഥാനാർത്ഥികൾക്കും വന്നിരുന്നു. ഇവരെല്ലാം മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവരും നിലമ്പൂരടക്കമുള്ളിടത്ത് ആര്യാടൻ ഷൗക്കത്തിനും ചാണ്ടി ഉമ്മനും AP അനിൽകുമാറിനുമൊക്കെ ആയിരുന്നുവെങ്കിൽ ഉച്ച കഴിഞ്ഞാണ് വളരെ നിശബ്ദമായി കുഞ്ഞാപ്പയുടെ ഭൂരിപക്ഷം 80-ലേക്ക് എത്തുന്നു എന്നുള്ളത് പുറത്തറിയുന്നത്. അത്രമേൽ തികഞ്ഞ വ്യക്തമായ മേധാവിത്വത്തോടെ ഒരു സ്ഥാനാർത്ഥിയെ ഒരു ജനമണ്ഡലവും ഇതുപോലെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. BCom ബിരുദധാരിയും പിന്നെ അതിനുശേഷം ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമയും ഒക്കെ എടുത്ത് കേരളത്തിൻ്റെ അടയാളപ്പെടുത്തപ്പെട്ട അക്ഷയ പ്രോജക്റ്റും കിൻഫ്രയും IT പാർക്കും അടക്കമുള്ള നിരവധിയായ വികസന മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയ രാഷ്ട്രീയ നേതാവാണ് PK കുഞ്ഞാലിക്കുട്ടി. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതു സാമൂഹ്യ മണ്ഡലത്തിൽ അതിൻ്റെ മതേതരത്വ ഭാവത്തിന് യാതൊരു വിധമായ പോറലുമേൽപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാക്കോ പ്രവൃത്തിയോ PK കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയക്കാരനിൽ നിന്നുണ്ടായിട്ടില്ലെന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുത്തും. ഓരോ സന്ദർഭങ്ങളിലും മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും സാമൂഹ്യ പ്രശ്നങ്ങളിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളാണ് ശ്രദ്ധേയമാകുന്നത്. അത്രമേൽ കരുത്തോടെയാണ്, പൂർണ്ണതയോടെയാണ് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംഘടിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലും പ്രതികരണങ്ങളും വിമർശനങ്ങളുടെ നടുവിലുമൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു KL10 വാഹനമായി അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇത്തവണത്തെ ഭൂരിപക്ഷം ഒരുപക്ഷെ മായ്ക്കാത്ത കേരള ചരിത്രത്തിലെ ജനങ്ങളുടെ പ്രതികരണത്തിൻ്റെ, ജനായത്ത പ്രക്രിയയുടെ ഒരു സർവകാല റെക്കോർഡായി തിളങ്ങി നിൽക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.